വിശുദ്ധവാരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു വേറിട്ട കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കണ്ടത്. ഇലവന്തിട്ട രാമൻചിറയിൽ ക്ഷേത്രോത്സവത്തിന്റെ സൗകര്യത്തിനായി പുതുതായി നിർമ്മിച്ച പള്ളിയുടെ കൂദാശ തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് ദീപം കൊളുത്തിയതും ഇതേ പള്ളിയിലെ വികാരിയായിരുന്നു. രാമൻചിറ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മേടം 1 നടന്ന പൊങ്കാല ചടങ്ങിന്റെ ദൃശ്യങ്ങളാണിത്. ഭദ്രദീപം കൊളുത്തിയത് തൊട്ടടുത്തുള്ള സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ പുരോഹിതൻ. ഒരു റോഡിന് ഇരുവശങ്ങളിലുമുള്ള ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും സ്നേഹത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പുതുക്കി പണിഞ്ഞ ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കൂദാശ ചടങ്ങ് മെയ് മാസം 10-11 തീയതികൾ നടത്താനായിരുന്നു ആദ്യം തീരുമാനം. എന്നാൽ ക്ഷേത്രത്തിന്റെ ഉത്സവ ചടങ്ങുകളും ഇതേ ദിവസങ്ങളിലാണ്. ഇതോടെയാണ് പള്ളി വികാരിയും ഭാരവാഹികളും ചേർന്ന് കൂദാശ ചടങ്ങിന്റെ തീയതി മാറ്റിയത്. വ്യക്തിപരമായിട്ട് എനിക്കും ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒരുപക്ഷെ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഒരു ക്ഷേത്രം കാണുവാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അല്പസമയം സ്നേഹം പങ്കിടുവാനും ഒക്കെയായ വലിയ നിമിഷം. ഈ കൊച്ചു ഗ്രാമമാണ്, എല്ലാവരും ഒന്നിച്ച് വളരെ കൂട്ടായ്മയുടെ സന്തോഷമായിട്ട് പോകുന്ന ഒരു രംഗമാണ് എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ക്ഷേത്രവും പള്ളിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നില്ല. ആ കൂട്ടായ്മയുടെയും ആ ഒരു വലിയ ബന്ധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാടിന്റെ മതേതര ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് പള്ളി വികാരിയെ പൊങ്കാലയ്ക്ക് ക്ഷണിച്ചതെന്ന് ക്ഷേത്രം മേൽശാന്തി പറയുന്നു. വേറിട്ടൊരു അനുഭവമാണ്. ഇവിടെ നമ്മുടെ ദേവാലയമുണ്ട്. ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ക്ഷേത്രമായിട്ട് സഹകരിക്കുമ്പോൾ അത്രയും വലിയ ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കമ്മിറ്റിക്കാരിലൂടെ തീരുമാനിച്ചു, ഇദ്ദേഹത്തെ നമ്മുടെ അടുത്ത് കിടക്കുന്ന പള്ളിയിലെ അച്ഛൻ, അടുത്ത നമ്മുടെ ഇടവക അംഗം അച്ഛനെയും കൊണ്ട് തന്നെ നമുക്ക് ദീപം തെളിയിക്കാം. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം തൊട്ട് അച്ഛനെയും കൊണ്ട് ഇവിടെ ദീപം തെളിയിക്കുന്നത്. മതത്തിന്റെ പേരിൽ ആളുകൾ പരസ്പരം കലഹിക്കുന്ന കാലത്താണ് ക്രിസ്തുമത വിശ്വാസികളുടെ വിശുദ്ധ വാരത്തിൽ പത്തനംതിട്ടയിലെ മാതൃക ശ്രദ്ധേയമാകുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.